ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും 2 മെമ്പർമാരുടെയും ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാം ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ്, അവരുടെ ഒരു നോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഈ പാളി സ്ഥാപിക്കുന്നത്. ഏതായാലും ഇതുകൊണ്ടൊന്നും വിവാദങ്ങൾ തീരുന്നില്ല. ഇനിയും ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഭക്തർക്കെല്ലാം ഈ പാളികൾ കാണാം. ഇത്രയും നാൾ ഈ ഒരു പാളി കാണാമറയത്തായിരുന്നു. ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ അല്ലെങ്കിൽ ചെമ്പാണോ എന്നൊക്കെ പല സംശയങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇത് കാണെ തന്നെ ഭഗവാന് സമീപം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ എത്തിച്ചിരിക്കുന്നു. അത് എല്ലാവരുടെയും കാണെ തന്നെ അത് പുനഃസ്ഥാപിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര സ്വർണ്ണമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിൽ പൂശിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ ഇനി വരും മണിക്കൂറുകളിലൊക്കെ നടക്കും. ഇതിൽ എത്ര സ്വർണം പൂശി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ ശില്പി മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ ഈ ചെമ്പ് പാളികൾ കൊണ്ട് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ വേണമെങ്കിൽ അവർക്ക് വെള്ളി പൂശാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹം പൂശാം. അതിന് ഏറ്റവും ഒടുവിൽ അവർക്ക് വേണമെങ്കിൽ സ്വർണം പൂശാം. നമ്മൾ 100 പവൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5 പവൻ മാത്രമായിരിക്കും അതിൽ സ്വർണം പൂശുക. ബാക്കി 95 പവൻ ചിലപ്പോൾ അത് ചിലപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കാം. അതൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ എത്ര സ്വർണം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരിശോധന നടത്തണം. അതാണ് ശില്പി മഹേഷ് പണിക്കർ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന, എത്ര സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഈ ചെമ്പ് പാളിയിൽ പൂശിയിട്ടുണ്ട്, അതിൻ്റെ കൃത്യതയാർന്ന കണക്ക് വേണം. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്നും 2019 ഈ പാളി അഴിച്ചുകൊണ്ട് പോയപ്പോൾ എത്ര സ്വർണം അതിൽ ഉണ്ടായിരുന്നു, അത് 2018 വിജയ് മല്യ സമർപ്പിച്ച ആ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സ്വർണത്തിൽ അതൊക്കെയാണ് വിവാദങ്ങൾ. ഇപ്പോഴത്തെ ഇതിന്റെ മുകൾ ഭാഗം, മുഖത്തിന്റെ ഭാഗം, ശരീരഭാഗമൊക്കെ സ്ഥാപിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് ഈ പാളികൾ വീണ്ടും ഘടിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒടുവിലത്തെ ഭാഗമാണ്, മുകൾ ഭാഗമാണ് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ വിനീത, നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കിരീടഭാഗം, ഏറ്റവും മുകൾ ഭാഗം അത് ഉറപ്പിച്ചു. ഒപ്പം തന്നെ കരങ്ങളുടെ ഭാഗം, കൈകളുടെ ഭാഗം, അതാണ് ഇപ്പോൾ അവർ അത് പിടിപ്പിക്കുന്നത്. അത് ഒരിക്കൽ കൂടി അത് നല്ല ബലത്തിൽ അവർ അത് ചേർത്ത് വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെമ്പിൽ പൊതിഞ്ഞ, ചെമ്പിൽ പൂശിയിരിക്കുന്ന, ചെമ്പ് പാളിയിൽ പൂശിയിരിക്കുന്ന സ്വർണം, ആ പാളി അതാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗത്തേക്കും ആയിരിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ കിരീടം, ഒപ്പം തന്നെ കരങ്ങൾ, ദേഹഭാഗങ്ങൾ, കാലുകൾ, പീഠഭാഗം, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പോൾ ഈ സ്വർണം പൂശിയ ആ പാളികൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു തേജസ്സാർന്ന രൂപം, അല്ലെങ്കിൽ ഇങ്ങനെ സ്വർണ്ണമയത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള ഒരു രൂപം, അതാണ് ഭക്തർ ആഗ്രഹിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇപ്പോൾ ശ്രീകോവിലിന് മുകൾ വശത്തെ സ്വർണ്ണപ്പാളികൾ, ഒപ്പം തന്നെ ഇതിൻ്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, അതിന് തുല്യമായി ഇപ്പോൾ ഈ സ്വർണം പൂശിയിരിക്കുന്ന പാളികളും എത്തിയിരിക്കുന്നു. അങ്ങനെ ദ്വാരപാലക ശില്പങ്ങൾ അത് കൂടുതൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരുന്നോ ഇതിൻ്റെ മുകളിൽ ഈ കല്ല് കുത്തിയ ശില്പത്തിൻ്റെ അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ചെമ്പുപാളി സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളി അതിപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും നല്ല തിളക്കമുണ്ട്. നമുക്കറിയാം സ്വർണം പൂശി കൊണ്ടുവന്നതാണ്. ഇത് ഇനി എത്ര നാൾ നിൽക്കും എന്നുള്ളതാണ്. നേരത്തെ 2019 ഇതേപോലെ തന്നെ കൊണ്ടുവന്ന് ഘടിപ്പിച്ചതാണ്. പക്ഷേ വീണ്ടും അതിന് മങ്ങൽ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ അതേ സ്ഥാപനത്തിൽ തന്നെ വീണ്ടും ചെമ്പുപാളിയിൽ സ്വർണം പൂശി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ ചെമ്പുപാളി തന്നെയാണോ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ അത് സ്വർണം പൂശിയത്, അതോ വേറെ ഏതെങ്കിലും അളവിന് എടുത്ത് തയ്യാറാക്കി നൽകിയ ആ ഒരു പാളിയാണോ എന്നെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം ഇനി നടക്കേണ്ടിയിരിക്കുന്നു. അതും 2019 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ പാളി, ചെമ്പ് പാളി, അതിൽ സ്വർണം പൊതിഞ്ഞ പാളി, അതെവിടേക്കാണ് മാറ്റിയത്? ആ സ്വർണം എവിടെ പോയി? പകരം എവിടെയാണ് ഈ ചെമ്പ് അളവിലുള്ള ചെമ്പ് പാളി തയ്യാറാക്കിയത്? ആ ചെമ്പുപാളി എങ്ങനെ തയ്യാറാക്കിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. വലതുവശത്തെ ദ്വാരപാല ശില്പത്തിൻ്റെ പാളി ഏകദേശം പൂർണ്ണമായി എന്ന് പറയാം. ഇനി ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിയാണുള്ളത്. അതിൻ്റെയും കാര്യങ്ങൾ, അത് ഘടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നവർ ഇത് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. ദ്വാരപാലക ശില്പത്തിലേക്ക് ഈ ചെമ്പ് പാളിയിൽ പൂശിയ സ്വർണം, ആ പാളി ഇപ്പോൾ ഘടിപ്പിക്കുന്നത്. അവർ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അത് പൂർണ്ണമായും ഈ
ദ്വാരപാലക ശില്പങ്ങളിലേക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ, അതിലേക്ക് ലയിക്കുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അത്രയും ഇഴുകിച്ചേരുന്ന രീതിയിൽ ആ പാളികൾ ഉറപ്പിക്കുന്നുണ്ട്. ആ ഉറപ്പിക്കുന്നതിലാണ് അതിൻ്റെ കാര്യമുള്ളത്. കാരണം 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസം വരുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുകയോ അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരികയോ ചെയ്യരുത്. കൃത്യമായിട്ടുള്ള അളവായിരിക്കണം. അതാണ് ഈ ചെമ്പ് പാളിയുടെ അളവിനൊത്ത് സ്വർണം പൂശുക. ഒപ്പം തന്നെ ഈ കല്ലിൽ കൊത്തിയ ശില്പത്തിനനുസരിച്ചുള്ള ചെമ്പ് പാളി തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെ ആ ചെമ്പ് പാളിയിൽ സ്വർണം പൂശിയാൽ മാത്രമേ അതിവിടെ കൊണ്ടുവന്നിങ്ങനെ അത് ഘടിപ്പിക്കുമ്പോൾ അത് കൃത്യതയോടെ ആകൂ. ഇല്ലെങ്കിൽ അളവിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇത് ചേരുകയില്ല. വീണ്ടും അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെന്നൈയിൽ നിന്നും എത്തിച്ച ഇവിടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്ന പാളികൾ, സ്വർണം പൂശിയ പാളികൾ ശ്രീകോവിലിന് മുന്നിൽ ഇരുവശങ്ങളിലുമായിട്ടുള്ള ദ്വാരപാല ശില്പങ്ങളിലേക്ക് ചേർക്കുന്നു. ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ദർശനം ഇപ്പോൾ സുഗമമായി നടക്കുന്നു. ഇത് സ്ട്രോങ് റൂമിൽ ഇരിക്കുകയായിരുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരൻ. 3 ദിവസമാണ് സന്നിധാനത്ത് പരിശോധന നടത്തിയത്. 2 ദിവസത്തെ പരിശോധനയ്ക്കെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ എത്തിയത്. പക്ഷേ 2 ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. കാരണം അത്രമാത്രം ഏറെ പരിശോധനകൾ ഉള്ള ഒരു കാര്യമാണ്. സ്ട്രോങ് റൂമിലുള്ള ഓരോ വസ്തുക്കളും അത് രജിസ്റ്ററിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇവിടെയുള്ള ഓരോ വസ്തുവും ഭക്തന്മാർ സമർപ്പിച്ചതാണ്, കാണിക്കയായി സമർപ്പിച്ചതാണ്. അത് വിജയമല്ലയാണെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഏതൊരു ഭക്തനാണെങ്കിലും അത് കൊടുക്കുന്ന സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും അതെല്ലാം കണക്ക് സൂക്ഷിക്കേണ്ടതാണ്. സ്ട്രോങ് റൂമുകളിൽ ഭക്തന്മാർ സമർപ്പിക്കുന്ന അത് 1 ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണമാണെങ്കിൽ പോലും അത് രജിസ്റ്ററിൽ എഴുതണം, മഹസർ തയ്യാറാക്കണം, അതിൻ്റെ എല്ലാ രേഖകളും സൂക്ഷിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സ്ട്രോങ് റൂമിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നു. എല്ലാ രേഖകളിലും രേഖകൾ കാണിച്ചിരിക്കുന്ന വസ്തുവകകൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശോധനകൾ നടത്തിയപ്പോഴാണ് 2 ദിവസം എന്നുള്ളത് അത് 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നത്. ഇപ്പോഴും ഈ ശബരിമലയിൽ ശില്പങ്ങളിൽ ഇപ്പോഴിതാ അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചിരിക്കുകയാണ്. നല്ല തിളക്കമുണ്ട് പാളികൾക്ക് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്.